ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 മുൻ വാരാന്ത്യ എപ്പിസോഡുകളിൽ സംഭവിച്ചത് ഇക്കാര്യങ്ങൾ. എലിമിനേഷന് ശേഷം സീസണിൽ സംഭവിക്കാൻ പോകുന്നതെന്ത്? പുതുതായി സീസണിൽ എത്തുന്നവരുടെ പെർഫോമൻസ് എങ്ങനെ? കഴിഞ്ഞ വാരാന്ത്യങ്ങളിൽ, അതായത് മെയ് 24, 25 തീയതികളിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട എപ്പിസോഡുകൾ 17, 18 എപ്പിസോഡുകളാണ്. ഈ എപ്പിസോഡുകളിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇനിയും എപ്പിസോഡുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡുകൾ ലഭ്യമാണ്. മുൻ ആഴ്ചയിൽ എലിമിനേഷനോടെയാണ് എപ്പിസോഡുകൾ അവസാനിച്ചത്. ഈ ആഴ്ചയിലെ എപ്പിസോഡുകളിലൂടെ ഈ സീസണിലെ ആദ്യ വൈൽഡ് കാർഡ് എൻട്രികൾ സ്റ്റാർ സിംഗറിലെത്തി. കോൺവെന്റ് സ്കൂളിലേക്ക് ഗൗതം പ്രസാദും ഗുരുകുലത്തിലേക്ക് പവിത്രയും വൈൽഡ് കാർഡായി എത്തി. ഈ എപ്പിസോഡുകളോടുകൂടി പുതിയ ഒരു ലീഗ് കൂടി ആരംഭിക്കുന്നു. ഇതിനു മുൻപ് നടന്ന 2 ലീഗ് മത്സരങ്ങളിൽ ഓരോന്നിലും ഓരോ ടീമുകൾ വീതം വിജയിച്ച് രണ്ടുപേരും സമനിലയിലാണ്. മുൻ ലീഗിലെ വിജയികളായ ഗുരുകുലത്തിനായിരുന്നു ആരാണ് ആദ്യം പാടുക എന്ന് തീരുമാനിക്കാൻ അവസരം. ടോസ് ഒഴിവാക്കി പകരം മുൻ എപ്പിസോഡിൽ ജയിച്ച ടീം കാര്യങ്ങൾ തീരുമാനിക്കും എന്ന രീതിയിലേക്ക് ഒരു പുതിയ മാറ്റമുണ്ട്. ഈ ആഴ്ചകളിൽ എല്ലാവർക്കും കടന്നു പോകേണ്ടത് യുവർ ഫേവറേറ്റ് സ്റ്റാർ ചോയ്സ് റൗണ്ടിലൂടെയാണ്. ഒരു ഇഷ്ട സിനിമാ താരത്തെ തിരഞ്ഞെടുക്കണം. ആ താരം അഭിനയിച്ച ഒരു പാട്ട് മത്സരാർത്ഥികൾ തിരഞ്ഞെടുക്കണം. ഇതുവരെയുള്ള എപ്പിസോഡുകളിലെല്ലാം ഒരേ സമയം 2 റൗണ്ടുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ മത്സരാർത്ഥികൾക്ക് അവസരവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ റൗണ്ട് മുതൽ എല്ലാവരും ഒരേ സമയം ഒരേ റൗണ്ടിൽ തന്നെയാണ് പങ്കെടുക്കുന്നത്. ശനിയാഴ്ച സംപ്രേഷണം ചെയ്ത എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂളിൽ നിന്ന് കൃഷ്ണശ്രീ 100 മാർക്കോടെ ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസും, വിപിൻ നാഥ് 98.5 മാർക്കും, പുതുതായി എത്തിയ ഗൗതം പ്രസാദ് 99.5 മാർക്കും, അങ്ങനെ ആകെ 298 മാർക്കുകൾ നേടി. ഗുരുകുലത്തിന്റെ സൂര്യനാരായണൻ ഗോൾഡൻ സ്റ്റാറും, ദിൽരാജ് ഗോപി 99.5 മാർക്കും, അർച്ചന 98 മാർക്കും, അങ്ങനെ 297.5 മാർക്കുകൾ നേടി. 0.5 മാർക്കിന്റെ വ്യത്യാസത്തിൽ ഗുരുകുലത്തിന് ഈ എപ്പിസോഡിലെ വിജയം നഷ്ടമായി. ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂളിന്റെ വിധുരാജ് 99.5 മാർക്കും, വൈശാഖൻ 99 മാർക്കും, കൃഷ്ണപ്രിയ 98.5 മാർക്കും നേടി. അങ്ങനെ ആകെ സ്കോർ 297 എത്തി. ഗുരുകുലത്തിൽ നിന്ന് ജോയൽ വി, ജോയി, പവിത്ര എന്നിവർ 99.5 മാർക്കും, അർജുൻ KC 99 മാർക്കും, അങ്ങനെ ആകെ 298 മാർക്ക് നേടി. അങ്ങനെ ഈ എപ്പിസോഡിൽ ഗുരുകുലം വിജയികളായി. അങ്ങനെ ഈ ലീഗിന്റെ നിലവിൽ നടന്ന 2 എപ്പിസോഡുകളിൽ 2 സ്കൂളുകളും ഓരോ വിജയം വീതം നേടി മുന്നേറുന്നു. മറ്റൊരു കാര്യം, വൈൽഡ് കാർഡായി എത്തിയ 2 പേരുടെയും പെർഫോമൻസുകളാണ്. ഇരുവരും 99.5 മാർക്ക് നേടി. അതായത് മുന്നോട്ടുള്ള ഷോയിൽ നിലവിലുള്ള മത്സരാർത്ഥികൾക്ക് ശക്തമായ മത്സരം നടത്തേണ്ടി വരും ഇവരെ മറികടക്കാൻ എന്ന് സാരം. നിലവിലെ മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ.